ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 1-ാം ക്ലാസ്സിലെ 1-ാമത്തെ യൂണിറ്റിലെ 5-ാമത്തെ പാഠം അൽ വഹദത്തുൽ ഊല, ഒരു മുത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ ഒരു മുത്തിനെ കാണാം. അതിന് പേര് ലുഅ്ലുഅ്. മുത്തിൻ്റെ പേരാണ് ലുഅ്ലുഅ്. എന്ന താഴെയുള്ള കോളത്തിൽ ആ എന്ന അക്ഷരം 4 രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ആ, അലിഫിന് മുകളിൽ ഹംസ ഫത്തഹിട്ട ആ, യാഇന് മുകളിൽ ഹംസ ഫത്തഹ് ആ, വാവിന് മുകളിൽ ഹംസ ഫത്തഹ് ആ. ഈ 4 രൂപത്തിൽ ആ എന്ന അക്ഷരം എഴുതിയിട്ടുണ്ട്. അടുത്തത് ഉ എന്ന അക്ഷരം ഉ. അതിൻ്റെ അടുത്തത് അലിഫ് ഹംസ ലമ്മ ഉ, വാവ് ഹംസ ലമ്മ ഉ. ഉ എന്നത് 3 രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഇ എന്ന അക്ഷരമാണ്. ഹംസ കിസർ ഇ, അലിഫ് ഹംസ കിസർ ഇ, യാ ഹംസ കിസർ ഇ. അടുത്തത് എന്ന അക്ഷരമാണ്. ബ, ലു, ജി. എന്ന അക്ഷരം 3 രൂപത്തിൽ എഴുതാം. 3 രൂപത്തിലും എന്നാണ് വായിക്കുക. ബ, ലു, ജി. അതിൻ്റെ താഴെയുള്ള കോളത്തിൽ 2 ഫത്തഹ് ഒരുമിച്ചിട്ടിട്ടുണ്ട്. അതിനെ വായിക്കാം തൻവീൻ ഫത്തഹ് അല്ലെങ്കിൽ ഫത്തഹ് തൻവീൻ. അടുത്തത് 2 ലമ്മാണ്, തൻവീൻ ലമ്മ്. അടുത്തത് 1 ലമ്മും അതിന് മുകളിലായി ഒരു അടയാളം ഇട്ടിട്ടുണ്ട്. അതും വായിക്കാം 2 ലമ്മ് എന്നാക്കിയിട്ടാണ് തൻവീൻ ലമ്മ്. അതിൻ്റെ താഴെ 2 കസർ ഇട്ടിട്ടുണ്ട്. അതും തൻവീൻ കസർ. 2 എണ്ണം വരുമ്പോൾ തൻവീൻ എന്ന് കൂട്ടിയിട്ടാണ് വായിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. നഖ്റഉ അബുൻ ഉദുനുൻ ഇറമുൻ കഅ്സുൻ ലുഅ്ലുഉൻ. ഇത് നമ്മൾ പഠിച്ച വാക്കുകളാണ്. അത് വായിക്കാനാണ്. നഖ്റഉ വായിക്കുക. അടുത്തത് നസ്ലു, അത് ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ്. ആദ്യത്തെ കോളത്തിൽ ലുഅ്ലുഅ്, ഇറം, ഉദുൻ, കഅ്സ്. ലുഅ്ലുഅ് എന്ന് പറഞ്ഞാൽ മുത്ത്, അതിന് നേർക്ക് വരഞ്ഞിട്ടുണ്ട്. ഇറം, ഇറമിന് നേർക്ക് വരയുക. ഉദുൻ, ചെവിയുടെ നേർക്ക് വരയുക. കഅ്സ്, കപ്പിന് നേർക്ക് അടയാളപ്പെടുത്താം. അടുത്തത് നുലവ്വിൻ, കളറ് ചെയ്യാനാണ്. അലിഫ്, വാവ്, യാ, ഈ 3 അക്ഷരങ്ങൾക്കും കളറ് ചെയ്യാം. അടുത്ത പേജിൽ നക്തുബ് ഉ, ഇ, ആ, ബ, ലു, ജി. അതിൻ്റെ താഴെ 4 ലൈന് തന്നിട്ടുണ്ട്. അവിടെ അത് അതേപോലെ വൃത്തിയായി എഴുതാം. അടുത്തത് നക്തഷിഫുൽ ഹംസാത്തി മിനൽ ഖുർആൻ. ഖുർആൻ എന്നാണ് തന്നിരിക്കുന്നത്. ആ കോളത്തിലുള്ളത് ഖുർആനിലുള്ളതാണ്. അതിൽ ഹംസാത്ത്, ഹംസ എത്ര എണ്ണമുണ്ട് അത് കോളം വട്ടം വരയ്ക്കാം. നമുക്ക് നോക്കാം. കഅന്നഹും ലുഅ്ലുഉം മക്നൂനുൻ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. കഅന്നഹും എന്നുള്ളതിൽ ആ എന്നുള്ളത് അതിലൊരു ഹംസ ഉണ്ട്. ലുഅ്ലുഉൻ അതിൽ 2 ഹംസ ഉണ്ട്. ശാനിഅക എന്നുള്ളതിൽ ഷാനി അക്ക എന്നുള്ളതിൽ ഒരു ഹംസ ഉണ്ട്.
അബ്തർ. അബ്തറിൽ ആ അലിഫിൻ്റെ മുകളിൽ ഒരു ഹംസ ഉണ്ട്. ആ ഹംസകളെല്ലാം അടയാളപ്പെടുത്തുക. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 1-ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.